വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനാണെങ്കിലും ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അഭിമാനപൂർവ്വം അവകാശപ്പെട്ടിരുന്ന കേരളം ശരിക്കും സാത്താന്റെ നാടാവുകയാണോ? 2022 ഒക്ടോബർ 12 ദിനപത്രങ്ങളിലൂടെ സമൂഹത്തെ വല്ലാതെ ഞെട്ടിച്ച നരബലിയുടെ വാർത്ത ഉയർത്തുന്ന വലിയ ചോദ്യമാണിത്. പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലാണ് ഈ കിരാത സംഭവം നടന്നത്. സാമ്പത്തിക അഭിവൃദ്ധിക്കു വേണ്ടി 2 സ്ത്രീകളെ കഴുത്തറുത്തു കൊന്നതായാണ് വാർത്ത. നരബലിയായിരുന്നു അതെന്നും പോലീസ് പറഞ്ഞു. തൃശൂരിൽ നിന്നുള്ള 49-കാരി റോസ്ലിൻ, തമിഴ്നാട് പത്മപുരി സ്വദേശി 52-കാരിയായ പത്മ എന്നിവരാണ് കൊല ചെയ്യപ്പെട്ടത്. ഇലന്തൂർ മണപ്പുറം ആഞ്ഞിലിമൂട്ടിൽ ബഗൽ സിംഗ്, 2ാം ഭാര്യ ലൈല, ഇരകളെ വശീകരിച്ചു കൊണ്ടുവന്ന് ആഭിചാരത്തിന് നേതൃത്വം കൊടുത്ത പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് ഷാഫി എന്നിവരെ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ആഭിചാര ക്രിയയുടെ ഭാഗമായി സ്ത്രീകളെ കൊല്ലുക മാത്രമല്ല, ലൈലയുമായി ഭർത്താവിന്റെ മുൻപിൽ വെച്ച് സിദ്ധൻ ലൈംഗിക വേഴ്ച നടത്തി എന്നുവരെയാണ് കഥകൾ. കൊല്ലപ്പെട്ടവരുടെ ശരീരം കുഴിച്ചെടുത്തപ്പോൾ ചില ഭാഗങ്ങൾ ഇല്ലായിരുന്നെന്ന് കണ്ടു. നരബലിയുടെ ഭാഗമായി തങ്ങളത് ഭക്ഷിച്ചു എന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞതായാണ് വാർത്ത. പക്ഷേ അക്കാര്യം പോലീസ് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല എന്നാണ് സൂചന. ഈ ഭാഗങ്ങൾ മറ്റു വല്ലവർക്കും കൊടുത്ത് പണം വാങ്ങിയിരിക്കുമോ എന്ന സംശയം ശക്തമായിട്ടുണ്ട്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പ്രതികൾ കൂടുതൽ വരും, സംഭവങ്ങളും കൂടുതൽ ഉണ്ടാവാം. കൂടുതൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളും ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ നിഗൂഢ ശക്തികളുണ്ടോ എന്ന കാര്യവും അന്വേഷണത്തിൽ ഉണ്ടെന്നാണ് കഥകൾ. ഇതെല്ലാം പത്രക്കാരെ തൃപ്തിപ്പെടുത്താൻ ചോർത്തിക്കൊടുക്കപ്പെടുന്നവയാണോ അതോ ഭാവന സമ്പന്നനായ പത്രക്കാരൻ പടച്ചുണ്ടാക്കുന്നതാണോ എന്നെല്ലാം കുറ്റപത്രം വരുന്നതുവരെ കാത്തിരുന്നാലേ കൃത്യമായി അറിയുവാനാവുകയുള്ളൂ. 2022 ജൂണിൽ നടന്ന നരബലി കാര്യം നാട്ടുകാരും പോലീസും മാധ്യമങ്ങളും അറിയുന്നത് ഒക്ടോബറിലാണ്. ജൂണിലാണ് റോസ്ലിൻ കൊല്ലപ്പെട്ടതെങ്കിൽ 2022 സെപ്റ്റംബറിലാണ് പത്മ കൊല്ലപ്പെടുന്നത്. റോസ്ലിന്റെ തിരോധാനം സംബന്ധിച്ച് പോലീസ് ജാഗ്രതയോടെ അന്വേഷിച്ചിരുന്നെങ്കിൽ പത്മ കൊല്ലപ്പെടുകയില്ലായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. കേസിലെ പ്രതിയായ ബഗൽ സിംഗ് CPM പ്രവർത്തകനായതുകൊണ്ടാണ് അലംഭാവം ഉണ്ടായതെന്നും ആക്ഷേപമുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി നടന്ന നരബലിയെ ശക്തമായ ഭാഷയിൽ എല്ലാ മാധ്യമങ്ങളും മാധ്യമ വിചാരണക്കാരും അപലപിച്ചു. സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം കേരള ചരിത്രത്തിൽ നടക്കുന്ന 8ാമത്തെ നരബലിയാണ് ഇലന്തൂരിലേത് എന്നാണ് രേഖകൾ. 1955 തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലും 1956 ഗുരുവായൂരിലും 1973 കൊല്ലത്തും 1983 വയനാട്ടിലെ ഏറുമാടും 1996 കായംകുളത്ത് കുഴത്തുറയിലും 2004 പാലക്കാട് പട്ടാമ്പിയിലും 2021 പാലക്കാട് പുതുപ്പള്ളിയിലും നരബലി നടന്നതായാണ് വിവരമുള്ളത്. എന്നാൽ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി നിഷ്കരുണം നരബലി നടത്തുന്ന ആധുനിക സംസ്കാരത്തിന്റെ ഏറ്റവും പ്രാകൃതമായ മുഖമല്ലേ ഇലന്തൂരിൽ കണ്ടത്? സർക്കാർ നിയമങ്ങളിലൂടെയും കോടതി വിധികളുടെ പിൻബലത്തോടെ മനുഷ്യജീവന്റെ ഏറ്റവും സുരക്ഷിത ഇടമായ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് കോടിക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്ന് ബക്കറ്റിലിടുന്നവർക്ക് നരബലി പുത്തൻ കഥയാകുന്നത് എങ്ങനെ? നരബലിയോട് ഈ കാണിക്കുന്ന എതിർപ്പ് ആത്മാർത്ഥമെന്ന് എങ്ങനെ പറയാനാവും? ഭാരതത്തിൽ ഒരു വർഷം 156 ലക്ഷം കുഞ്ഞുങ്ങളെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊല്ലുന്നതായി സർക്കാരിന് വിവരമുണ്ട്. സർക്കാർ അറിയാതെ നടക്കുന്ന കൊലപാതകങ്ങൾ വേറെയുമുണ്ട്. സ്വകാര്യ ആശുപത്രികളിലും മറ്റും നടക്കുന്ന ഈ നരബലികളുടെ എണ്ണം 300 ലക്ഷമെങ്കിലും വരുമെന്ന് കരുതപ്പെടുന്നു. സർക്കാർ ക്രമീകരണത്തിലൂടെ നടക്കുന്ന ഈ കൊലപാതകങ്ങളിൽ 81% വീടുകളിൽ വളരെ പ്രാകൃതമായ രീതിയിലാണ് നടക്കുന്നത്. മരുന്നുകൾ ഉപയോഗിച്ച് അമ്മയ്ക്കും കുഞ്ഞിനും ഹാനികരമായ വിധത്തിലാണ് നടത്തപ്പെടുന്നത്. ഇലന്തൂരിൽ 2 ജീവൻ പൊലിഞ്ഞപ്പോൾ വല്ലാതെ ബഹളം വയ്ക്കുന്ന മാധ്യമങ്ങളോ ചാനൽ ചർച്ചക്കാരോ ഈ പാവം ജീവനുകളുടെ കാര്യത്തിൽ ഒന്നും പറയുന്നില്ല. സ്ത്രീകളുടെ ശരീരത്തിന്മേൽ അവൾക്ക് അവകാശമുള്ളതുകൊണ്ട് ഗർഭചിത്രം നടത്തുവാൻ അനുവദിക്കുന്ന കോടതി കരയാൻ പോലും കഴിയാത്ത ഈ ജീവനുകളെ കണക്കിലെടുക്കുന്നതില്ല. ജീവൻ അമ്മയുടെ ഉദരം മുതൽ അതിൻ്റെ സ്വാഭാവികമായ അന്ത്യം വരെ സുരക്ഷിതമായിരിക്കണം.
എന്ന് വാദിക്കുവാൻ എന്തേ നമുക്കാവുന്നില്ല? സർക്കാർ സംവിധാനങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും ജീവനെ രക്ഷിക്കുവാൻ എന്തേ കോടതിക്കാവുന്നില്ല? സർക്കാരും നാട് ഭരിക്കുന്ന പാർട്ടിയും ആവശ്യപ്പെടുമ്പോഴും ഗർഭചിത്രം സ്ത്രീയുടെ മൗലിക അവകാശമല്ലെന്ന് ഉറച്ച നിലപാടെടുത്ത അമേരിക്കൻ സുപ്രീം കോടതിയുടെ ജഡ്ജിമാരുടെയും ധീരത ഇവിടെയാണ് ഏറെ പ്രകാശഭരിതമാകുന്നത്. തന്റെ പ്രസ്ഥാനത്തിന്റെ എതിരാളികളെ നിഗ്രഹിച്ച് പാർട്ടിയും പ്രസ്ഥാനവും വളർത്തുന്നവരും നരബലിയെ എതിർക്കുന്നത് ആത്മാർത്ഥമായിട്ടാണോ? അങ്ങനെ കരുതുവാൻ ബുദ്ധിമുട്ടുണ്ട്. വേണ്ടത് ഒരു മാനസാന്തരമാണ്. ജീവൻ അമ്മയുടെ ഉദരം മുതൽ അതിൻ്റെ സ്വാഭാവികമായ അന്ത്യം വരെ സുരക്ഷിതമായിരിക്കണം എന്ന ഉറച്ച തീരുമാനത്തിലേക്കുള്ള മാനസാന്തരം. അതുണ്ടാകാതെ ഭൗതിക സന്തോഷത്തിനു വേണ്ടി ഗർഭത്തിൽ വച്ചു തന്നെ ആരംഭിക്കുന്ന കൊല നരബലികളിൽ എത്തിയില്ലെങ്കിൽ അത്ഭുതപ്പെട്ടാൽ മതി. ഭാരതത്തിലെ പരമോന്നത കോടതി 2022 സെപ്റ്റംബർ 29 വ്യാഴാഴ്ച പുറപ്പെടുവിച്ച വിധിയിലൂടെ ഗർഭചിത്രത്തിന് നൽകിയിട്ടുള്ള ആനുകൂല്യം വ്യക്തികളുടെ സുഖസംതൃപ്തിക്ക് വേണ്ടി മനുഷ്യജീവൻ ഹോമിക്കുന്നതിന് ഉണ്ടായിരുന്ന ഒരു വിലക്ക് കൂടിയാണ് നീക്കം ചെയ്തത്. നിയുക്ത ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, JP പർദേവാല, AS ബൊപ്പണ്ണ എന്നിവർ ചേർന്ന ബെഞ്ച് പുറപ്പെടുവിച്ച വിധി അനുസരിച്ച് വിവാഹിതരെന്നോ അവിവാഹിതരെന്നോ വിവേചനമില്ലാതെ എല്ലാ വനിതകൾക്കും നിയമാനുസൃതമായി ഗർഭചിത്രം നടത്താനാകുമെന്ന് വ്യക്തമാക്കി. ഒപ്പം ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവ് നടത്തുന്ന ലൈംഗിക അതിക്രമവും ബലാത്സംഗമായി കണക്കാക്കാമെന്നും കോടതി വിധിച്ചു. ഇതിലൂടെ ജീവനും കുടുംബത്തിനും വലിയ ഭീഷണിയാണ് ഉയർത്തപ്പെടുന്നത്. ഭർത്താവാകുവാൻ യുവാക്കൾ ഭയപ്പെടേണ്ട സ്ഥിതിയിലായിട്ടുണ്ട് കാര്യങ്ങൾ. ഗർഭചിത്രം സംബന്ധിച്ച് വളരെ ഉദാരമായ സമീപനമാണ് കോടതി എടുത്തത്. ഭർതൃപീഡനത്തിലൂടെ ഗർഭിണിയാകുന്ന സ്ത്രീക്ക് കോടതി ഗർഭചിത്രത്തിന് അവകാശം കൊടുക്കുന്നു. സ്ത്രീക്ക് സ്വന്തം ശരീരത്തിന്മേലുള്ള സ്വയം നിർണയ അവകാശത്തിൽ അധിഷ്ഠിതമായാണ് ഗർഭം ധരിക്കുവാനും ധരിക്കാതിരിക്കുവാനുമുള്ള അവകാശം എന്നാണ് കോടതിയുടെ വ്യാഖ്യാനം. ഇനി ഗർഭിണിയായ ഭാര്യയ്ക്ക് ഗർഭകാലത്ത് എപ്പോഴെങ്കിലും ഭർത്താവുമായി കലഹം ഉണ്ടായാൽ അവർക്ക് ഗർഭമലസിച്ചു വരെ പ്രതികാരം ചെയ്യാം. ഭർത്താവിനെതിരെ പീഡനത്തിനും പരാതിയും കൊടുക്കാം. ഭരണഘടനയുടെ 21-ാം വകുപ്പ് ഗർഭം ധരിക്കണമോ എന്ന കാര്യത്തിൽ സ്വയം തീരുമാനിക്കുവാൻ വനിതകൾക്ക് അവകാശം കൊടുക്കുന്നുണ്ടെന്നും അത് അവിവാഹിതകൾക്കും അവകാശപ്പെട്ടതാണെന്നും കോടതി വിധിച്ചു. ഭരണഘടനയുടെ 21-ാം വകുപ്പ് അനുസരിച്ച് വിവാഹിതകൾക്ക് പ്രത്യുൽപാദനപരമായ കാര്യങ്ങളിൽ സ്വയം നിർണയ അവകാശവും അന്തസ്സും സ്വകാര്യതയും നൽകുന്നുണ്ടെന്നാണ് കോടതി പറയുന്നത്. ഭർത്താവിന് ഇത്തരം കാര്യങ്ങളിൽ എന്തവകാശമാണ് ഉള്ളതെന്ന് കോടതി പറയുന്നില്ല. കുടുംബം പുരുഷന്മാർക്ക് അനാവശ്യ ബാധ്യതയാക്കുകയാണ് ഈ വിധി. ഗർഭചിത്ര നിരോധന നിയമത്തിലെ ബലാത്സംഗത്തിന്റെ നിർവചനത്തിൽ ഭർതൃപീഡനം കൂടി കോടതി ഉൾപ്പെടുത്തി. വനിതകൾ നിർബന്ധപൂർവം ഗർഭം ധരിക്കുന്നത് ഒഴിവാക്കാനാണെന്ന് കോടതി വിശദീകരിച്ചു. ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധത്തിൽ ഗർഭം ധരിക്കുന്നവർക്കും 20-24 ആഴ്ചയ്ക്കുള്ളിൽ ഗർഭചിത്രം നടത്താം. സ്നേഹത്തോടെ സംഭവിക്കുന്ന ബന്ധങ്ങൾ പുരുഷനെ കുടുക്കുവാൻ ഭാര്യ ബലാത്സംഗമാക്കുകയും കോടതിയിൽ എത്തുകയും ചെയ്താൽ എന്താവും സ്ഥിതിയെന്ന് ഏത് യുവാവും ഭയന്നു പോകില്ലേ? പിന്നെന്തിന് ഈ കുരിശെടുക്കുന്നു എന്നും ചിന്തിക്കില്ലേ? ഇത്തരം വിധികൾ കുടുംബത്തെ ഇല്ലാതാക്കുന്നത് ഇങ്ങനെയാണ്. വിവാഹിതരാകാതെ ലിവ് ഇൻ റിലേഷനിൽ കഴിയുന്ന സ്ത്രീകളെ ഗർഭചിത്ര നിയമത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞു. ഇത്തരത്തിൽ ഒരു വ്യവസ്ഥയുള്ളതുകൊണ്ട് വിവാഹിതർ മാത്രമേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാവൂ എന്ന യാഥാസ്ഥിതിക കാഴ്ചപ്പാടാണ് ശക്തമാവുക എന്ന് കോടതി സങ്കടപ്പെട്ടു. അതുകൊണ്ടാണ് നിബന്ധന ഒഴിവാക്കപ്പെടുന്നത്. 1971 ഗർഭചിത്ര നിയമത്തിൽ അവിവാഹിതകൾക്ക് നിയമാനുസൃതമായ ഗർഭചിത്രത്തിന് അവകാശമുണ്ടായിരുന്നില്ല. 51 വർഷമായുള്ള ഈ നിയമമാണ് സുപ്രീം കോടതി റദ്ദാക്കുന്നത്. ഇനി മൃഗങ്ങളെ പോലെ ഇണചേരാൻ അനുവാദം ഉണ്ടാകുമെന്ന് കരുതി പോകേണ്ട വിധി. ഗർഭചിത്രത്തിനായി ഡോക്ടറെ സമീപിക്കുവാൻ സ്ത്രീക്ക് കുടുംബത്തിന്റെ അനുവാദം വേണ്ട. ഗർഭചിത്രം വളരെ ഉദാരമായി നടത്തി കൊടുക്കണമെന്നാണ് കോടതി ഡോക്ടർമാരോടും നിർദ്ദേശിച്ചു. രേഖകളോ കോടതി അനുമതിയും നിയമത്തിന്റെ മറ്റു നൂലാമാലകളും ആവശ്യപ്പെടരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ഭാരതത്തിലെ പല ഹൈക്കോടതികളും വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ച വിഷയമാണിത്. 2022 മാർച്ചിൽ കർണാടക ഹൈക്കോടതിയും
ഛത്തീസ്ഗഡ് ഹൈക്കോടതിയും തള്ളിയ വാദമായിരുന്നു ഇത്. ഭർത്താവ് ബലാത്സംഗം ചെയ്തു എന്ന പരാതിയുമായി എത്തിയ സ്ത്രീയുടെ പരാതി കോടതി തള്ളിയതുമാണ്. ഈ സംരക്ഷയുടെ മറവിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. സർക്കാർ കോടതിയിൽ സമർപ്പിച്ച കണക്കനുസരിച്ച് 31% ഭാര്യമാർക്ക് ഭർത്താവിൽ നിന്നും പലതരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഹൈക്കോടതി വിധികൾ വ്യത്യസ്തമായതോടെ തീർപ്പ് പറയേണ്ടത് സുപ്രീം കോടതിയായി. ഈ കാര്യത്തിലാണ് സുപ്രീം കോടതി സെപ്റ്റംബർ 29 വിധി പുറപ്പെടുവിച്ചത്. ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് ഇതിനുള്ളത്. ഈ വിധിക്കാണ് ഇന്ത്യയിലാകെ പ്രാബല്യം ഉണ്ടാവുന്നത്. ഡൽഹി ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയാണ് അടുത്ത കാലത്ത് ഈ ചിന്തയ്ക്ക് തിരികൊളുത്തിയത്. ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവ് നടത്തുന്ന ലൈംഗിക ബന്ധം ക്രിമിനൽ കുറ്റമാണെന്ന് ഡൽഹി ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിക്ക് തോന്നി. എങ്കിലും 2022 മെയ് 11 ഇതു സംബന്ധിച്ച് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി 2-അംഗ ബെഞ്ചിലെ ജഡ്ജിയുടെ വിയോജിപ്പ് മൂലം അപ്രായോഗികമായി. മൈനർ അല്ലാത്ത ഭാര്യയുമായി ഭർത്താവ് പുലർത്തുന്ന ലൈംഗിക ബന്ധത്തെ ഒരു കാരണവശാലും ക്രിമിനൽ കുറ്റമാക്കാനാവില്ലെന്നായിരുന്നു അപരന്റെ വിധി. ഭാര്യയുടെ സമ്മതമില്ലാതെ നടക്കുന്ന ലൈംഗിക വേഴ്ച ക്രിമിനൽ കുറ്റമാണെന്ന് ഡൽഹി ഹൈക്കോടതിയിലെ കേസ് പരിഗണിച്ച ബെഞ്ചിന്റെ അധ്യക്ഷനായിരുന്ന ജസ്റ്റിസ് രാജീവ് ശക്തദർ വിധിച്ചു. ഭരണഘടനയുടെ 14-ാം വകുപ്പിന്റെ ലംഘനമാണ് അതെന്നായിരുന്നു ജഡ്ജിയുടെ വാദം. അതുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് നടപടിയെന്നും കണ്ടു. ഒപ്പമുണ്ടായിരുന്ന ജഡ്ജി ഹരിശങ്കർ എതിർത്തു. വിവാഹബന്ധത്തിലെ ലൈംഗിക ബന്ധം സ്വാഭാവികമാണെന്നും അതുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതോടെ രാജീവിന്റെ വിധി നടപ്പാക്കാനാവാത്തതായി. അതായത് ഇക്കാര്യത്തിൽ കോടതിയിലെ പണ്ഡിതരായ ജഡ്ജിമാർ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടെന്നത് വ്യക്തമാണ്. 1860 മുതൽ ഭാരതത്തിൽ നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ബലാത്സംഗം എന്ന ഒന്നില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 375-ാം വകുപ്പ് അനുസരിച്ചാണ് ഈ സംരക്ഷണം ഭർത്താവിന് ലഭിക്കുന്നത്. ബ്രിട്ടീഷ് നിയമത്തിൽ പുരുഷനുള്ള ഈ സംരക്ഷണം ബ്രിട്ടൻ അടക്കം 100ഓളം രാജ്യങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. 1991 ബ്രിട്ടൻ ഈ സംരക്ഷണം എടുത്തു കളഞ്ഞത്. വിവാഹത്തിന് സമ്മതിക്കുന്നതിലൂടെ സ്ത്രീ ലൈംഗിക ബന്ധത്തിനും സമ്മതിക്കുന്നു എന്ന ധാരണയിലാണ് ഈ സംരക്ഷണം നിയമം കൊടുക്കുന്നത്. എന്നാൽ സ്ത്രീ വിമോചന സമരക്കാർ ഈ ആവശ്യം ഉന്നയിച്ച് വലിയ പ്രക്ഷോഭണം നടത്തുകയാണ്. സർക്കാരും മതങ്ങളും പക്ഷേ പരിരക്ഷ എടുത്തു കളയുന്നതിന് എതിരാണ്. ഈ പരിരക്ഷ നീക്കം ചെയ്യുന്നത് കുടുംബ ബന്ധങ്ങളെ തകർക്കുമെന്ന് 2017 കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ഒരു സ്ത്രീ ബലാത്സംഗമായി കരുതുന്ന പ്രവൃത്തി മറ്റൊരു സ്ത്രീക്ക് അങ്ങനെ തോന്നണമെന്നും ഇല്ലെന്ന് സർക്കാർ വാദിച്ചു. ഇത്തരമൊരു നീക്കം ഭർത്താക്കന്മാരെ പീഡിപ്പിക്കുവാൻ സ്ത്രീകൾ അവസരമാക്കുമെന്നും സർക്കാർ പറഞ്ഞു. സംസ്ഥാനങ്ങളോട് അഭിപ്രായം ആരായണമെന്നും കേന്ദ്ര സർക്കാർ കോടതിയോട് അഭ്യർത്ഥിച്ചു. ഈ ജനുവരിയിൽ സമർപ്പിച്ച ഒരു സത്യവാങ്മൂലത്തിൽ ഇക്കാര്യത്തിൽ സർക്കാർ ആലോചിക്കുന്നതായി കോടതിയെ അറിയിച്ചിരുന്നു. അതോടെ സർക്കാർ തലത്തിൽ തന്നെ നീക്കമുണ്ടാകുമെന്ന പ്രതീക്ഷ ഇതിനായി പോരാടുന്നവർക്കുണ്ടായി. പക്ഷേ ഒന്നും നടന്നില്ല. എന്നാൽ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ അവസാനമെടുത്ത നിലപാടിൽ സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന നിലപാടാണ് എടുത്തത്. എന്നാൽ ദാമ്പത്യ ബന്ധത്തിലെ ലൈംഗിക വീഴ്ച ക്രിമിനൽ കുറ്റമാകുന്നതോടെ വിവാഹം കഴിക്കുവാൻ പുരുഷന്മാർ കൂടുതൽ മടി കാണിക്കാം. സർക്കാർ ഭയപ്പെടുന്നത് പോലെ കുടുംബത്തെ തകർക്കുന്ന ഒന്നായി ഈ ഭേദഗതി മാറാം. ഭർത്താവിനോട് പക പോക്കാൻ അവസരം തേടുന്ന ഭാര്യയ്ക്ക് ഏതവസരത്തിലും ഇത്തരമൊരു പരാതി കൊടുക്കാനാവും. സർക്കാർ ഉണ്ടാക്കിയ നിരവധി സ്ത്രീപക്ഷ നിയമങ്ങളും ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഭാര്യയുടെ വികാരം ഭർത്താവ് മാനിക്കണമെങ്കിലും ഇത്തരം നിയമങ്ങൾ വലിയ ദുരന്തത്തിനാകും വഴിവെക്കുക. ബോംബെ ഹൈക്കോടതി 2022 ഒക്ടോബർ 7 പുറപ്പെടുവിച്ച ഒരു വിധിയിലൂടെ ഭാര്യയോട് പ്രസവിക്കുവാൻ നിർബന്ധിക്കുവാൻ ഭർത്താവിന് അവകാശമില്ലെന്നും അത് ഭരണഘടനയുടെ 21-ാം വകുപ്പിന് വിരുദ്ധമാണെന്നും ബോംബെ ഹൈക്കോടതി ജഡ്ജിമാരായ അതുൽ ചന്ദ്രക്കാറും ഉർമിള ഘോഷിയും അടങ്ങിയ ബെഞ്ച് വിധിച്ചു. പുണ്ടലിക് യൗവനക്കാർ ഭാര്യ ഉജ്വലിനെതിരെ നൽകിയ വിവാഹമോചന പരാതിയിലാണ് കോടതിയുടെ വിധി. 2001 വിവാഹിതരായ അവർക്ക് ഒരു മകനുണ്ട്.
രണ്ടാമത്തെ കുഞ്ഞിനെ ഉജ്ജ്വല ഗർഭചിത്രം നടത്തി. 2004 അവൾ ഭർത്താവിന്റെ വീട് വിട്ട് താമസമായി. ഗർഭം അലസിപ്പിച്ചത് ക്രൂരതയാണെന്നും വേർപെട്ട് താമസിക്കുന്നത് ഉപേക്ഷിച്ചു പോയതാണെന്നും അതുകൊണ്ട് വിവാഹമോചനം തരണമെന്നായിരുന്നു ചുണ്ടലിക്കിന്റെ വാദം. പക്ഷേ ഭാര്യ നടത്തിയ ഗർഭചിത്രത്തെ ന്യായീകരിച്ച കോടതി പക്ഷേ വിവാഹമോചനം അനുവദിച്ചതുമില്ല. ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് നടത്തപ്പെട്ട നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 5ന്റെ കണ്ടെത്തലുകൾ 2022 മെയ് 10 പത്രങ്ങളിൽ ഉണ്ടായിരുന്നു. 2019-2021 കാലത്താണ് സർവേ നടന്നത്. ഭർത്താവിന് ലൈംഗിക രോഗം ഉണ്ടെങ്കിലോ അയാൾക്ക് പരസ്ത്രീ ബന്ധം ഉണ്ടായാലോ ലൈംഗിക വേഴ്ചയ്ക്കുള്ള മൂഡ് ഭാര്യയ്ക്കില്ലെങ്കിലോ ലൈംഗിക വേഴ്ചയ്ക്ക് സമ്മതം കൊടുക്കാതിരിക്കുവാൻ സ്ത്രീക്ക് അവകാശമുണ്ടെന്ന് സർവേയിൽ പങ്കെടുത്തവരിൽ 66% പുരുഷന്മാരും 80% സ്ത്രീകളും പറഞ്ഞു. കേവലം 8% സ്ത്രീകളും 10% പുരുഷന്മാരുമാണ് ലൈംഗിക വേഴ്ചയ്ക്ക് സ്ത്രീ സമ്മതിക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന നിലപാട് എടുത്തത്. ഭർത്താവിന് ഭാര്യയെ മർദ്ദിക്കുവാൻ അവകാശമുണ്ടെന്ന് സ്ത്രീകളിൽ 45%വും പുരുഷന്മാരിൽ 44%വും പറഞ്ഞു. വീട് നോക്കാത്തതിന്, മക്കളെ നോക്കാത്തതിന്, ഭർത്താവുമായി തർക്കിക്കുന്നതിന്, ലൈംഗിക വേഴ്ചയ്ക്ക് സമ്മതിക്കാത്തതിന്, ഭക്ഷണം നന്നായി പാകം ചെയ്യാത്തതിന്, അവിശ്വസ്തതയ്ക്ക് അമ്മായിയപ്പനെയും അമ്മയെയും ആദരിക്കാത്തതിന് ഒക്കെ ഭാര്യയെ മർദ്ദിക്കാമെന്നാണ് അവർ കണ്ടെത്തിയത്. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കാണ് അവകാശമെന്നത് ക്രൈസ്തവ വിശ്വാസത്തിന് നിരക്കാത്ത പ്രബോധനമാണ്. പുതിയ നിയമത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിനാണ് അവകാശം എന്നാണ്. അതുപോലെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്കാണ് അവകാശമെന്നും സ്ലീഹ കൊരിന്ത്യോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 7-ാം അധ്യായത്തിലെ 4-ാം തിരുവചനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിനർത്ഥം ശരീരത്തെ ഉപഭോഗ വസ്തുവാക്കണമെന്നല്ല, സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ പ്രകടനമാവേണ്ടതാണ് ലൈംഗിക ബന്ധമെന്നും അത് മൃഗീയമാവരുതെന്നും വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ എഴുതിയിട്ടുണ്ട്. പരസ്പരം സ്വയം ദാനം ചെയ്യുന്ന ഒന്നാകുന്ന പരിശുദ്ധ ത്രിത്വത്തിലെ സ്നേഹത്തിൻ്റെ ഈ ലോകത്തിലെ ഏക സാക്ഷ്യമാണ് ദാമ്പത്യ സ്നേഹമെന്ന് ബെനഡിക്ട് 16-ാമൻ പാപ്പയും പഠിപ്പിക്കുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ അമോറിസ് ലെത്തീസിയെ എന്ന ശ്ലൈഹിക പ്രബോധനം സ്നേഹത്തിൽ നിറയുന്ന ദാമ്പത്യത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അവിടെ ആരും ഉപഭോഗ വസ്തുവാകില്ല. പെരുമ്പാവൂരിൽ നിന്നുമുള്ള കോൺഗ്രസ് MLA എൽദോ കുന്നപ്പിള്ളിക്കെതിരെ ഉയർന്നിരിക്കുന്ന സ്ത്രീ പീഡന പരാതിയുടെ സത്യം എന്തായാലും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മറ പിടിച്ച് കേരള സമൂഹത്തിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന അപജയത്തിൻ്റെ ഏറ്റവും പുതിയ സാക്ഷ്യമാണ് ഇക്കഥ. ആദ്യത്തേതല്ലല്ലോ എൽദോയുടെ കഥ. മുൻ മന്ത്രിമാരായ A. നീല ലോഹിദാസും ജോസ് തെറ്റയിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇപ്പോഴത്തെ പ്രൈവറ്റ് സെക്രട്ടറി P. ശശിയും DYFI നേതാവിനെ പീഡിപ്പിച്ച പാലക്കാട്ടെ നേതാവ് ശശിയും ഒളിക്യാമറയിൽപ്പെട്ട കോട്ടമുറിക്കലും എല്ലാം ഉദാഹരണങ്ങളാണ്. ജനാധിപത്യ മുന്നണിയിലേക്ക് വന്നാൽ അവരുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി, മന്ത്രി മുഖ്യനായിരുന്ന കുഞ്ഞാലിക്കുട്ടി, അനിൽകുമാർ, KC വേണുഗോപാൽ, ഹൈബി ഈഡൻ, ഇപ്പോൾ BJPയിലെത്തിയ അബ്ദുള്ളക്കുട്ടി തുടങ്ങിയ ആരെല്ലാമാണ് പ്രതികളായിട്ടുള്ളത്. ഇവരെയെല്ലാം രാഷ്ട്രീയമായി നശിപ്പിക്കാമെന്ന് കരുതിക്കൂടി കൊണ്ടുവന്ന ആക്ഷേപങ്ങൾ ഉദ്ദേശിച്ച ഫലം ചെയ്തില്ല. CPMലെ പ്രതികളെല്ലാം പഴയതിലും ഉന്നത പദവിയിലാണ്. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന KB ഗണേഷ് കുമാറിനെതിരെ പരാതി പറഞ്ഞത് സ്വന്തം ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചിയാണ്. അതിലൂടെ നഷ്ടപ്പെട്ട മന്ത്രിസ്ഥാനം കിട്ടാതെ വന്നതിന് ഗണേഷ് കുമാർ കൊടുത്ത പണിയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ അടക്കം വന്ന ആക്ഷേപങ്ങൾ. ഇപ്പോൾ എൽദോയുടെ ചോരയ്ക്ക് വേണ്ടി നിലവിളി കൂട്ടുന്ന ഇടതുപക്ഷം അവരുടെ സംഭവങ്ങൾ വന്നപ്പോൾ അയാളുടെ കേസ് അന്വേഷിക്കുവാൻ പാർട്ടിക്ക് പോലീസും കോടതിയും ഉണ്ടെന്ന നിലപാടായിരുന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾക്കു വേണ്ടി വല്ലാതെ ചാനലുകളിൽ ബാധിക്കുന്ന ഡോക്ടർ ഷിജു ഖാൻ അമ്മയറിയാതെ മകളെ ദത്തുകൊടുത്ത ഭരണാധികാരിയാണ്. മകൾക്കു വേണ്ടി അമ്മ നടത്തിയ വിലാപം ഈ വിപ്ലവകാരി കേട്ടില്ല. കാരണം അദ്ദേഹം ചെയ്തത് മകളുടെ അച്ഛൻ വലിയ സഖാവിന് വേണ്ടിയായിരുന്നു. അദ്ദേഹം ഏത് അച്ഛനെ പോലെ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ സ്വന്തം മകൾ ഭാര്യയാക്കുന്നതിനെയും അതിലൂടെ കുഞ്ഞുണ്ടാകുന്നതിനെയും എതിർത്തു.
ഖാൻ ആ അച്ഛനൊപ്പം നിന്ന് മകളെ മറന്നു. എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ വരുമ്പോൾ ഖാൻ കട്ടയ്ക്ക് മകൾക്കു വേണ്ടി വാദിക്കും. അതാണ് ഇടതുതന്ത്രം. നമ്മുടെ വിദ്യാർത്ഥികളിൽ പോലും ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന വികലധാരണ എത്രയോ ഭീകരമാണ്. മലയാളത്തിലെ പ്രമുഖ സംവിധായകനായ ലാൽ ജോസ് ഒരിക്കൽ ഷൂട്ടിംഗ് ലൊക്കേഷനായി അവർ തിരഞ്ഞെടുത്ത ഒരു കേന്ദ്രത്തിൽ കണ്ട അനുഭവം വിവരിച്ചു. സ്കൂൾ യൂണിഫോമിൽ വരെ എത്തുന്ന കുട്ടികൾ വല്ലാതെ മോശമായി ഇടപഴകുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഈ കുട്ടികൾ കാണിക്കുന്ന തോന്നിയാസങ്ങളിൽ ഇടപെടാനോ അവർക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കാനോ ആരും ശ്രദ്ധിക്കാറില്ല. കാരണം അതിനാരെങ്കിലും ശ്രമിച്ചാൽ അവരെ സദാചാര പോലീസുകാരായി ചിത്രീകരിച്ച് മാധ്യമങ്ങളും വിപ്ലവകാരികളും കല്ലെറിയും. അവിടെ ഒരു കട നടത്തുകയോ മറ്റോ ചെയ്യുന്ന ഒരാളോട് ലാൽ ജോസ് ഈ കുട്ടികളെ കുറിച്ച് ചോദിച്ചെന്നും ഇത് അവിടുത്തെ പതിവ് സംഭവമാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയെന്ന് ലാൽ ജോസ് പറയുന്നുണ്ട്. പരാതി പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് പോലും പിടിക്കില്ലെന്നും പിടിക്കപ്പെടുന്നവർ ചിലപ്പോൾ അക്കാരണം പറഞ്ഞ് അവർ ആത്മഹത്യയോ വല്ലതോ ചെയ്തെങ്കിലോ എന്നും ആ കടക്കാരൻ ഭയപ്പെടുന്നു. ലാൽ ജോസ് ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് മാത്രമല്ല കേരളത്തിൽ ഇത്തരത്തിലുള്ള പല കേന്ദ്രങ്ങളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വേളി ടൂറിസ്റ്റ് വില്ലേജ് പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തുവാൻ കുട്ടികൾക്ക് സാധിക്കുന്നു. ഉരലുകട്ടാൽ വിരലെങ്കിലും മറ ഉണ്ടാകണമെന്ന ചിന്ത പോലും പഴയകാല ബോധമായി. പാപത്തെ മഹത്വൽക്കരിക്കുന്ന സമൂഹമായി കേരളവും മാറി. ഇത്തരം സംസ്കാരത്തിലൂടെ വളർന്നു വരുന്നവർക്ക് സ്വന്തം സുഖവും താല്പര്യങ്ങളും മാത്രമാവും വലുത്. 10 വർഷമായി എൽദോയുമായി ബന്ധമുണ്ടെന്നാണ് അധ്യാപിക കൂടിയായ സ്ത്രീ പോലീസിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു അധ്യാപിക കാണിക്കുന്ന മാതൃക പരാതിക്കാരിക്കെതിരെ മറ്റൊരു സ്ത്രീയും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എൽദോയുടെ ഭാര്യ തന്റെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി 30 ലക്ഷം രൂപ തട്ടുവാൻ പരാതിക്കാരി ഭീഷണിപ്പെടുത്തുന്നതായും തന്റെ ഭർത്താവിന്റെ ഫോൺ അവർ മോഷ്ടിച്ചെന്നുമാണ് എൽദോയുടെ ഭാര്യയുടെ പരാതി. പരാതികളുടെ നിജസ്ഥിതി വ്യക്തമായി വരുന്നതേയുള്ളൂ. 2022 സെപ്റ്റംബർ 14 പരാതിക്കാരിയും എൽദോയും അദ്ദേഹത്തിന്റെ കാറിൽ കോവളത്ത് പോയെന്നും അവിടെ വെച്ച് പരസ്പരം വഴക്കുണ്ടായെന്നുമാണ് പരാതിക്കാരി പോലീസിൽ കൊടുത്തിട്ടുള്ള പരാതി. 10 വർഷമായി ബന്ധമുണ്ടെങ്കിലും ഇപ്പോഴും തന്നെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് അന്യായക്കാരി പറഞ്ഞിരിക്കുന്നത്. തനിക്ക് സ്വതന്ത്രമായി ജീവിക്കാനാവണമെന്നാണ് അവരുടെ ആവശ്യം. വിവാഹിതരായ സ്ത്രീകൾക്ക് പോലും ഉഭയസമ്മതപ്രകാരം പ്രായപൂർത്തിയായ പരപുരുഷനുമായി ലൈംഗിക ബന്ധം പുലർത്താൻ അവകാശമുണ്ടെന്നാണ് സുപ്രീം കോടതി തന്നെ വിധിച്ചിരിക്കുന്നത്. 2018 ഓഗസ്റ്റ് 2 ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് പ്രായപൂർത്തിയായ സ്ത്രീ അവർ ഭാര്യയായെങ്കിൽ കൂടി ഉഭയസമ്മതപ്രകാരം മറ്റൊരു പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തുന്നത് കുറ്റമല്ലെന്ന് വിധിച്ചു. വ്യഭിചാരത്തിന് കേസെടുക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്നും കോടതി പറഞ്ഞു. വ്യഭിചാരത്തെ കുറ്റമല്ലാതാക്കുന്നത് അതിനുള്ള ലൈസൻസായി കണക്കാക്കരുതെന്നും അന്നത്തെ വിധിയിൽ ഉപദേശിക്കുവാനും സുപ്രീം കോടതി മറന്നില്ല. RF നരിമാൻ, AM കാൻവിൽക്കർ, DY ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നിവരടങ്ങുന്ന ബെഞ്ച് പുറപ്പെടുവിച്ച ആ വിധിയിൽ വല്ലാതെ ആഹ്ലാദിക്കുകയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ മാഗ്ന കാർട്ടയായി അതിനെ ചിത്രീകരിക്കുകയും ചെയ്യുന്നവർ പക്ഷേ ചിലപ്പോൾ അതിനെതിരെ അതിരൂക്ഷമായി രംഗത്ത് വരാറുണ്ട്. സ്ത്രീകൾ കൊണ്ടുവരുന്ന പീഡന കഥകളെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് കോടതി തന്നെ പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പീഡന കഥകൾ ചിലരെ മുട്ടുകുത്തിക്കുന്നതിനുള്ള ആയുധമായി ചിലർ ഉപയോഗിക്കുന്നതായി മനസ്സിലാക്കപ്പെടുന്നുണ്ട്. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ആളെ കൂട്ടി സമരം ചെയ്താലും ഫലമില്ല. അത് കോടതിയുടെ വാതിൽക്കലായാലും അങ്ങനെ തന്നെ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ വരെ വന്നതല്ലേ ഇത്തരം പരാതി. കേരളത്തിലെ ഒരു സിനിമാ നടനും സാഹിത്യകാരനും കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം കൊടുക്കുന്നതും ജനം കണ്ടതല്ലേ. പീഡന പരാതി കിട്ടിയാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ നേരിട്ട് അന്വേഷിക്കണം. പരാതിയിൽ കഴമ്പുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമായാൽ മാത്രമാകണം അറസ്റ്റ്. അതുകൊണ്ടാവുമല്ലോ CBI അന്വേഷിച്ചിട്ടും ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ നാട്ടിൽ സ്വതന്ത്രരായി നടക്കുന്നത്. പീഡന കഥകൾ ചിലരെ മുട്ടുകുത്തിക്കുന്നതിനുള്ള ആയുധമാക്കുന്നവർ സ്ത്രീ സമൂഹത്തിനാകെയാണ് ദോഷം ചെയ്യുന്നത്. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത്
ഉഭയസമ്മത പ്രകാരം നടത്തുന്ന ലൈംഗിക വേഴ്ചയെ പിന്നീട് പുരുഷൻ വാക്കുമാറിയാലും പീഡനമായി കണക്കാക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും സംഘവും നടത്തിയ വിദേശയാത്ര പതിവ് പോലെ വിവാദമായി. ഭാര്യയും മകളെയും കൊച്ചുമകനെയും കൂട്ടിയായിരുന്നു യാത്ര. ശിവൻകുട്ടിയും ഭാര്യ പാർവതിയും ഒപ്പം കൊണ്ടുപോയിരുന്നു. മുഖ്യമന്ത്രി മകളെയും പേരക്കുട്ടിയെയും കൊണ്ടുപോയത് ഹീനമായ അധികാര ദുർവിനിയോഗമായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു മന്ത്രി 15 തവണ വിദേശയാത്ര നടത്തിയെന്നും അതിൽ 11 തവണയും അദ്ദേഹത്തിന്റെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നുവെന്നുമാണ് ഈ ആക്ഷേപത്തിന് പഴയ മന്ത്രി ബാലൻ മറുപടി പറഞ്ഞത്. അവർ ചെയ്തതെല്ലാം ശരിയാണോ ബാല? ജനം അവരെ ഇറക്കിവിട്ടത് എന്തുകൊണ്ടാ? അവരുടെ തന്നെ ചെയ്തികൾ തുടരണോ? മുഖ്യമന്ത്രിയുടെ മകൾ പിന്നീട് സംഘത്തിൽ ചേരുന്ന മറ്റൊരു മന്ത്രിയുടെ ഭാര്യയാണ് എന്ന കാര്യം പലരും മറന്നു, അല്ലെങ്കിൽ സൗകര്യപൂർവ്വം വിസ്മരിച്ചു. വളർന്നുവരുന്ന മികച്ച വ്യവസായിയായ മുഖ്യമന്ത്രിയുടെ മകൾ ഈ യാത്രയിലൂടെ വ്യവസായ നേട്ടങ്ങൾ വല്ലതും ഉണ്ടാക്കിയോ എന്നത് ഇപ്പോൾ അറിയില്ലല്ലോ. ഭരണത്തിന്റെ സൗകര്യങ്ങളും ബന്ധങ്ങളും എല്ലാം രാഷ്ട്രീയ നേതാക്കളുടെ മക്കളെ പോലെ വീണയും ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. പതിവ് പോലെ മുഖ്യമന്ത്രി പരിപാടി അവസാന ദിവസം 2 ദിവസം കൂടി നീട്ടുകയും ഗൾഫിൽ തങ്ങുകയും ചെയ്തു. കഴിഞ്ഞ തവണ ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പോയപ്പോഴും ഇങ്ങനെ ഒരു ഗൾഫ് പര്യടനം കൂടി ചേർക്കപ്പെട്ടിരുന്നു. അതിലെ രഹസ്യം കേന്ദ്രത്തിന് അന്വേഷിക്കാവുന്നതാണ്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കേരളത്തിൽ വന്ന് പത്രക്കാരോട് മുഖ്യമന്ത്രിയുടെ യാത്ര അനുമതിയില്ലാതെയാണ് എന്നൊക്കെ പറയുന്നതിന് പകരം വലിയ നടപടിയും എടുത്തിരുന്നെങ്കിൽ എന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് പ്രസിഡന്റായി ശശി തരൂർ തെരഞ്ഞെടുക്കപ്പെടുമോ? സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്ന പരസ്യ പിന്തുണ നോക്കിയാൽ അതിന് ഒരു സാധ്യതയുമില്ല. എന്നാൽ കോൺഗ്രസ് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്താലോ? ആര് ജയിച്ചാലും നെഹ്റു കുടുംബമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ടു പോകില്ല. ഗാർഗ് ജയിച്ചാൽ ഇന്നത്തെ പോലെ തന്നെ പോകും. പക്ഷെ തരൂർ ജയിച്ചാൽ കാര്യങ്ങൾ മാറിയേക്കുമെന്നൊരു ചിന്തയുണ്ട്. ഈ ചിന്ത തരൂരിന് ഗുണം ചെയ്യാം. തരൂരിനെ കെട്ടിയിറക്കി എന്നൊക്കെ കെ മുരളീധരനെ പോലുള്ളവർ പറയുന്നത് വല്ലാത്ത തമാശയാണ്. മുരളി വന്ന വഴി ഏതായിരുന്നു? കരുണാകരന്റെ മകൻ എന്ന ഒറ്റ ലേബലിലല്ലേ ഉണ്ടായിരുന്നുള്ളൂ. തരൂരിനെ 4 ആൾ അറിയുകയെങ്കിലും ചെയ്യുമായിരുന്നില്ലേ? അങ്ങനെ സ്വയം ചിന്തിക്കുന്നവരും ഉണ്ടാവില്ലേ കോൺഗ്രസിൽ? ഷീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.